ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. ലോകമാതാവേ ഭുവനേശ്വരി, ആനന്ദം ചൊരിയേണം ജീവനാഥേ. ലോകമാതാവേ ഭുവനേശ്വരി, ആനന്ദം ചൊരിയേണം ജീവനാഥേ. അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ, വീഴാതെ തളരാതെ നിർത്തേണമേ. അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ, വീഴാതെ തളരാതെ നിർത്തേണമേ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മളിന്ന് വൃത്രാസുരവധമാണ് വായിക്കേണ്ടത്. ഇത് വായിക്കുമ്പോൾ അല്പം കഴിഞ്ഞ തവണ വായിച്ചതും കൂടെ മനസ്സിൽ വന്നെങ്കിലേ ഇതിനെപ്പറ്റിയും അറിയാൻ പറ്റുകയുള്ളൂ. അതായത് ദക്ഷൻ്റെ 60 അവസാനം ഒത്തിരി മക്കൾ എല്ലാം സന്യാസിമാരായപ്പോൾ അവസാനം അതായത് പേരങ്ങ് മറന്നു മക്കളെ, നാരദ മഹാമുനിയോട് ദേഷിച്ച് ശപിച്ചു. എന്നിട്ട് പിന്നും 60 കന്യകമാർ, അതിൽ ഒരു അതിഥിയും ദിതി എന്നൊക്കെ പറഞ്ഞ ദിതി പ്രസവിച്ചൊക്കെ അസുരന്മാർ. എല്ലാവരും ഈ നാഗങ്ങളും മൃഗങ്ങളും അങ്ങനെ എല്ലാം ലോകത്തുണ്ടായതെല്ലാം ഇങ്ങനെ ഓരോ സന്തതികളാണ്. അതിൽ അതിഥി എന്ന് പറഞ്ഞ് അവർക്ക് 12 ആദിത്യന്മാരായിരുന്നു. ഈ 12 ആദിത്യന്മാർ 4ാമത്തെ മകനായ തുഷ്ടാവെന്ന് പറയുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു, എൻ്റെ മനസ്സിൽ പേരൊന്നും നിൽക്കത്തില്ല മക്കളെ. തുഷ്ടാവിൻ്റെ മകനാണ് വിശ്വരൂപൻ. ഈ തുഷ്ടാവിൻ്റെ ഭാര്യ അസുര സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ദേവലോകത്ത് അവരുടെ യജ്ഞത്തിൻ്റെയൊക്കെ ഹവർഭാഗങ്ങൾ അസുര സ്ത്രീ ആയതുകൊണ്ട് അവർ ഒളിച്ചൊക്കെ അസുരന്മാർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ മകനാണ് വിശ്വരൂപൻ. അപ്പം ഇന്ദ്രൻ പിന്നെ ഈ ബൃഹസ്പതി, ദേവഗുരുവായ ബൃഹസ്പതിയെ ആദരിക്കാഞ്ഞത് കൊണ്ട് അഹങ്കാരം വർദ്ധിച്ചുകൊണ്ട് ഇന്ദ്രൻ ആദരിച്ചില്ല. അങ്ങനെ അദ്ദേഹം വിഷമിച്ചും ദുഃഖിച്ചുമൊക്കെ വേപതുവായി പോയല്ലോ അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ അസുരന്മാർ കയറി കൈയടക്കി. അപ്പോൾ പിന്നെ എനിക്കൊന്നും വരുന്നില്ല മക്കളെ പറയാൻ. അങ്ങനെ ബ്രഹ്മാവിനോട് ചെന്ന് അഭയം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു വിശ്വരൂപനെ പുരോഹിതനായി വയ്ക്കാൻ, അത് ദേവഗുരു ആക്കാൻ. കാരണം പിന്നെ ബൃഹസ്പതി വരത്തില്ല, വിഷമിച്ച് പോയതല്ലേ ആദരിക്കാഞ്ഞത് കാരണം. അപ്പോൾ ഈ വിശ്വരൂപൻ ആരാണ്? ഈ പിന്നെ 12 ആദിത്യന്മാരിൽ തുഷ്ടാവിൻ്റെ മകനാണ്. അപ്പം വിശ്വരൂപനെ ഇങ്ങനെ വിശ്വരൂപൻ്റെ അമ്മയാണ് ഈ അസുര സ്ത്രീ. തുഷ്ടാവ് അതിൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചത്. അപ്പോൾ ആ തള്ള എന്ത് ചെയ്തു? ഈ ഹവർഭാഗങ്ങളെല്ലാം ഒളിച്ചൊക്കെ അസുരന്മാർക്ക് കൊടുത്ത ദേഷ്യം വന്ന് ഇത് മനസ്സിലായപ്പോൾ ദേവേന്ദ്രൻ വിശ്വരൂപനെ വധിച്ചു. അപ്പോൾ ആ തൊഷ്ടാവിനപ്പോൾ വിഷമല്ലേ തന്തയ്ക്ക്. തന്ത അങ്ങനെ ഹോമകുണ്ടമൊക്കെ വെച്ചിട്ട് വിശ്വരൂപന് അതിന് ഈ ഇന്ദ്രനോട് പകരം വീട്ടത്തക്കവണ്ണമുള്ള ഒരു മകന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ച്, അങ്ങനെയാണ് ഒരു ഹോമകുണ്ടത്തിൽ നിന്ന് വന്നതാണ് ഈ വൃത്രാസുരൻ. ഇത് മനസ്സിലാക്കാനാണ് എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ.
പിന്നെ മനസ്സിലിതൊന്നും നിൽക്കുന്നില്ല. എങ്കിലും ഞാനിത് ഊഹം പറഞ്ഞതാണ്. ചിലപ്പോൾ ഇത് തെറ്റുമാകാം. എനിക്ക് തെക്കെന്ന് പറയും വടക്കെന്നിരിക്കുന്ന ആ പ്രായമായി മക്കളെ, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അതിൻ്റെ ഊഹം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ, ഈ എന്തോ പറയുന്നത്, ചിത്രകേതു അത് പരമഭക്തനായിരുന്നു. അദ്ദേഹം ത്തിന് മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷമൊക്കെ ആയി വിദ്യാധര അനുഗ്രഹമൊക്കെ കിട്ടി അദ്ദേഹം വിമാനത്തിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ പരമശിവനും പാർവതിയും സന്തോഷിച്ചിങ്ങനെ പരമശിവൻ്റെ മടിത്തട്ടിൽ ലാളിച്ച് ദേവി ഇരുത്തിയപ്പോൾ ഇദ്ദേഹം അത് കണ്ടെന്ന് പരിഹസിച്ചു ഈ ചിത്രകേതു. അപ്പോൾ ചിത്രകേതുവിനെ പാർവതി ശപിച്ചല്ലോ, അസുരനായി തീരട്ടെ എന്ന്. ആ ചിത്രകേതുവാണ് വൃത്രാസുരനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 വകുപ്പുണ്ട്. അത് ഒന്ന് മനസ്സിലാക്കി തന്നെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയാണെന്ന് എത്രയും പറഞ്ഞ് തെറ്റില്ലെന്നാണ് തോന്നുന്നത്. മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം വൃത്രാസുരൻ ആരാന്നിപ്പോൾ മനസ്സിലായോ? വിശ്വരൂപനെ ദേവേന്ദ്രൻ വധിച്ചപ്പോൾ അതിന് പകരം പിതാവായ ത്വഷ്ടാവ്, അത് 12 ആദിത്യന്മാരാണ് അതിഥിയുടെ മക്കൾ. അതിൽ ത്വഷ്ടാവ് 4ാമത്തെ പുത്രനാണ്. 4ാമത്തെ പുത്രൻ്റെ ഭാര്യ അസുര സ്ത്രീയായിരുന്നു. അതിലുള്ളതാ വിശ്വരൂപൻ. വിശ്വരൂപനെ പുരോഹിതനാക്കി വെച്ചു, ദേവഗുരുവാക്കി വെച്ചു. അങ്ങനെ ദേവേന്ദ്രന് നല്ല പിന്നെ തിളക്കമൊക്കെ വന്ന് ലോകത്ത് അസുരന്മാരെയൊക്കെ വെന്ന് തോൽപ്പിച്ച് ഇവർ ജയിച്ചു. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? ഈ ഹവർഭാഗം ഇങ്ങനെ ഒളിച്ചു കൊടുത്തതിനും വേണ്ടി വിശ്വരൂപനെ വധിച്ചു. അപ്പോൾ അതാണ് വൃത്രാസുരൻ. അല്ല, വിശ്വരൂപനല്ല, ആ പിതാവ് അങ്ങനെ ഒരു ഇന്ദ്രനെ തോൽപ്പിക്കുന്ന രീതിയിലൊരു മകൻ ഉണ്ടാകണം എന്ന് കരുതി യാഗമോ ഹോമോ ഒക്കെ നടത്തി ആ ഹോമകുണ്ടത്തിൽ നിന്ന് വന്നതാണ് വൃത്രാസുരൻ. അത്ര ഭയങ്കര ശക്തിയായിട്ട് വന്നതാണ്. അതും ചിത്രകേതുവിൻ്റെ ജനനവും. ചിത്രകേതുവിനെ ദേവി ശപിച്ചപ്പോൾ ആ ചിത്രകേതുവും കൂടാണ്. അത് പരമഭക്തനാണ്. അപ്പോൾ വൃത്രാസുരൻ അസുരനൊന്നും അല്ല, അത്രമാത്രം ചിത്രകേതുവാണ്. എങ്കിലും ഇവിടെ അസുരനായിട്ട് പോട്ടേന്ന് ശപിച്ചതുകൊണ്ട് പാർവതി ദേവി ശപിച്ചതുകൊണ്ട് അസുരനായി മാറി എന്നുള്ളതേ ഉള്ളൂ. അത്രയ്ക്ക് ജ്ഞാനിയായ ഒരു മഹർഷി, ഒരു സാധാരണ ആളല്ല, ഒരു ഭക്തനായ ഒരു പരമഭക്തനായിരുന്നു, സമദൃഷ്ടിയുള്ള ഒരാളായിരുന്നു ഈ ചിത്രകേതു. നമുക്ക് അതുകൊണ്ട് വൃത്രാസുരൻ്റെ കഥ വായിക്കാം. ഇനി ഇത് വായിച്ചങ്ങ് പോകാം. ഇനി അർത്ഥം പറയാനൊന്നും ഒക്കുമോ നോക്കട്ടെ. അങ്ങനെ വൃത്രാസുരൻ്റെ വധം നമുക്ക് വായിക്കാം. പക്ഷെ വൃത്രാസുരനെ വധിക്കേണ്ടി വന്നത് വധിക്കേണ്ടതല്ല, പക്ഷേ ഇത് വധിച്ച് അതായത് ഒരു അബദ്ധം പോലെ അദ്ദേഹം ഒന്ന് കണ്ണൊന്ന് ചിമ്മി മയങ്ങി. അപ്പോഴത്തേക്ക് ആ തക്കം നോക്കിയാണ് ഇവിടെ ദേവേന്ദ്രൻ വധിച്ചത്. അത് നമ്മൾ വായിച്ചു പോകുമ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുന്നെങ്കിൽ പറയാം. അക്കാലമങ്ങമരേന്ദ്രം ജയിപ്പോരു മുഷ്കര ശത്രു വന്ന് ഉത്ഭവിച്ചിടുവാൻ തുഷ്ട്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിതാവാണ്. അപ്പോൾ അക്കാലമങ്ങ് അമരേന്ദ്രനെ ജയിക്കാൻ വേണ്ടി മുഷ്കര ശത്രു വന്ന് ഉത്ഭവിച്ചിടുവാൻ, അത്രമാത്രം ശക്തിയേറൊരു മകൻ ഉണ്ടാവാൻ തുഷ്ട്വ തുടങ്ങിന ഹോമകുണ്ടത്തിൽ നിന്ന് 8 ആശകൾ ബെതപൊട്ടുമാർ ഊറ്റമായി വെട്ടും ഇടികളും ഞെട്ടുമാറാഴികൾ വട്ടം തിരിഞ്ഞു കീഴ്മേൽ മറിയും വണ്ണം പൊട്ടിപ്പൊരി കനൽ തൂകം വിഴികളോടട്ടഹാസങ്ങളും ചെയ്തെഴുന്നീടിനാൻ. അത്ര ഭയങ്കരമായ ഒരു ശക്തിയേറെ വൃത്രാസുരനാണ് അദ്ദേഹം. ത്വഷ്ടാവെന്ന് പറഞ്ഞാൽ പിതാവാണ്. ത്വഷ്ടാവ് ഹോമകുണ്ടൊക്കെ നടത്തിയിട്ടാണ് 8 ആശകളും വരെ പൊട്ടുമാർ ഊറ്റമായി വെട്ടും ഇടികളും ഞെട്ടുമാർ ആഴികൾ വട്ടം തിരിഞ്ഞ് കീഴ്മേൽ മറിയും വണ്ണം പൊട്ടിപ്പൊരി കനൽ തൂകം വിഴികളോട് അട്ടഹാസങ്ങളും ചെയ്ത് എഴുന്നേടിനാൻ. വൃത്രാസുരേന്ദ്രൻ അത്യുഗ്ര പരാക്രമ ചക്രനഭ്രം തലതട്ടി നിൽക്കുന്നവൻ. അതായത് അഭ്രം ആകാശത്ത് തലമുട്ടി നിൽക്കുന്നത് പോലെയുള്ള അത്ര ഭയങ്കരമായ വൃത്രാസുരനാണ്. വൃത്രാസുരേന്ദ്രൻ അത്യുഗ്ര പരാക്രമനായി. അങ്ങനെയാണ് ഈ മകൻ ഹോമകുണ്ടത്തിൽ നിന്ന് വന്നത്. എന്താ കാരണം? 12 ആദിത്യന്മാരുള്ള അതിൽ ത്വഷ്ടാവെന്ന് പറഞ്ഞത് നല്ല ശക്തിമാനല്ലേ. ഈ ഒരു അതിഥിയുടെ മക്കൾ 12 ആദിത്യന്മാരാണ്. അതിൽ 4ാമത്തെ ആളാ ത്വഷ്ടാവ്. അതിൻ്റെ മകനാണ് ഈ വിശ്വരൂപൻ. അപ്പോൾ വിശ്വരൂപനെ പിന്നെ ഈ എന്തോ ഹവർഭാഗം അവരുടെ യാഗത്തിൻ്റെ ഹവർഭാഗം ഒളിച്ച്, അസുരസ്ത്രീ ആയിരുന്നു വിശ്വരൂപൻ്റെ അമ്മ, അങ്ങനെ ഒളിച്ച് കൊടുത്തെന്ന് പറഞ്ഞ് ദേഷിച്ച് ഇന്ദ്രൻ വധിച്ചതല്ലേ. അപ്പം ഇന്ദ്രനെ തോൽപ്പിക്കത്തക്കൊണ്ട് അതിഭയങ്കരമായ ഉഗ്രമായ ഒരു മകനെ വേണ്ടിയിട്ടാണ് ഹോമകുണ്ടം ഉണ്ടാക്കി അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അത് ചക്രനഭ്രം തലതട്ടി നിൽക്കുന്നവൻ, അത്രമാത്രം ആകാശം മുട്ടെ തട്ടി നിൽക്കുന്നത് പോലെയുള്ളൊരു മകനാണ്. വക്രം പിളർന്ന് അലറിക്കൊണ്ട് പാഞ്ഞു വന്നെത്തുന്ന അത് കണ്ട് സർവഭൂതങ്ങളും പേടിച്ച്
അതിശയം ഓടിക്കഴിച്ച് ഇടരിടുന്നവരൊളിച്ചാർ പല ദിക്കിലും. എല്ലാവരും ഇദ്ദേഹത്തെ കണ്ട് സർവ്വഭൂതങ്ങളും പേടിച്ച് അതിശയമോടില്ല എല്ലാവരും ഒളിച്ച് പല ദിക്കിലേക്കും ഒളിച്ച്. കൂടെ തുടർന്ന് അവരൊട്ട് അതിൽ ചാടി പിടിച്ചുടൻ വാരി വിഴുങ്ങിയും. അപ്പോൾ കൂടെ തുടർന്ന് അടുക്കുന്നവരൊട്ട് അതിൽ ചാടി പിടിക്കും. എല്ലാവരും ഓടുമ്പോൾ ഈ വൃത്രാസുരൻ കൈ കിട്ടുന്നതൊക്കെ ചാടി അങ്ങ് പിടിച്ചിട്ട് വാരി അങ്ങ് വിഴുങ്ങുകയും. പിന്നെയോ ഘോരൻ വരുന്നത് കണ്ട് സുരാന്വച്ച ദേവന്മാർ. അപ്പോൾ ഈ ഘോരനായിരിക്കുന്ന വൃത്രാസുരൻ വരുന്നത് കണ്ടുകൊണ്ട് ദേവന്മാരെന്ത് നേരെ തുടർന്നടുത്ത ആയുധ പങ്ക്തിയെ തൂകിച്ചുഴന്നത് വട്ടം തിരിഞ്ഞവൻ ആകുലമെന്നിയെ താൻ മതിച്ചിടിനാൻ. ധാരാവർഷങ്ങൾ ഓരോ വിധം മഹാവാരാകരം പോലെ സമുദ്രം പോലെ താൻ അടക്കിയിടിനാൻ. ഇതുവരെല്ലാം അങ്ങ് സമുദ്രം പോലെ അയാളങ്ങ് കൈയടക്കി അവരെയൊക്കെ ആകുലമെന്നിയെ താൻ മതിച്ച് വട്ടം തിരിഞ്ഞ് ഇവരെയൊക്കെ ശരിക്കങ്ങ് താറുമാറാക്കുന്ന രീതിയിൽ അദ്ദേഹം അതിഭയങ്കരമായിട്ട് അവിടെ മെല്ലെ നിൽക്കുകയാണ്. വാരാകാരം പോലെ താൻ അടക്കിടിനാൻ. ആ സമുദ്രം പോലെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വായും പിളർന്നടുത്താൻ അവൻ പിന്നെയും. വായൊക്കെ ഇങ്ങനെ ഭക്തരൊക്കെ ഇങ്ങനെ പിളർന്നും കൊണ്ട് വരുന്ന കണക്ക് അത്ര ഘോര രീതിയിലാണ്. അങ്ങനെ വായും പിളർന്നടുത്താൻ അവൻ പിന്നെയും പേയായി ചമഞ്ഞു പാഞ്ഞാരമരൗഘവം. പേയെടുത്ത പേപ്പട്ടികൾ ഓടുന്നത് പോലെ അമരൗഘവം. എന്ന് വെച്ചാൽ ദേവന്മാരെല്ലാം പാഞ്ഞു ഒളിച്ചു. ദേവേന്ദ്രനാദികൾ പാരം വിഷണ്ണരായി ആവതെന്തൊന്നിനി എന്നുഴന്നേ ഇവരിനി എന്താ പറ്റുന്നത്, ഇനി എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ദേവന്മാരെല്ലാം വിഷണ്ണരായി പേടിച്ച്. പാലാഴിബുക്ക് അഖിലേശ്വരൻ ഈശ്വരൻ നാലായ വേദാന്ത സാരാർത്ഥൻ അവ്യയൻ. അത് പാലാഴിബുക്ക് ഭഗവാൻ വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോട് നാലായ വേദാന്ത സാരാർത്ഥൻ അവ്യയൻ എന്ന് വെച്ചാൽ അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം, അതായത് അഹം ബ്രഹ്മാസ്മി 1, പ്രജ്ഞാനം ബ്രഹ്മ 1, അയമാത്മാ ബ്രഹ്മ 3, തത്വമസി 4 ഇങ്ങനെയുള്ള ഭഗവാനാണ്. അതാണ് ഇവിടെ നാലായ വേദാന്ത സാരാർത്ഥൻ അവ്യൻ പരമാത്മാവായ നാരായണൻ. പാലാഴിയിലെ ഭഗവാൻ നാരായണൻ. കാലാരി സേവിത പാദാംബുജൻ പരൻ. കാലാരി സേവിതൻ, അതായത് കാലൻ്റെ അരിയായ സേവിതനാണ് പരമാത്മാവ്. കാലകാലൻ ആ ഭഗവാൻ കാലസ്വരൂപൻ. കമലാലയാവരൻ നീലാംബുദ അമലകോമളൻ സുന്ദരൻ. ഇത് ഭഗവാനെ വർണ്ണിച്ച് പറയുന്ന കാരണം ആ ഭഗവാനെ രക്ഷിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. ഇന്ദ്രൻ്റെയൊക്കെ അവസാനത്തെ പിടിവള്ളിയാണ് പരമാത്മാവായ നാരായണൻ. എന്തുവന്നാൽ അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ് ഈ വൃത്രാസുരനെ ഭയന്നിട്ട്. അപ്പം നീലാംബുദ അമല കോമളൻ സുന്ദരൻ. ഇവിടെ അമല എന്ന് വായിക്കണം, മല എന്ന് വായിക്കരുത്. നീലാംബുദ അമലം, അത് താമര പോലത്തെ കോമളൻ സുന്ദരൻ. നീല അരവിന്ദ ദലായതലോചനൻ ലോകൈക ദേശികനാത്മാ നിരഞ്ജനൻ ലോകാരവിന്ദ ഹൃദയസ്ഥിതൻ തൻ പദം വീണ് തൊഴുത്. ഇങ്ങനെയെല്ലാം ഭഗവാനെ വർണ്ണിച്ച് തൊഴുത് അതിസംഭ്രമാൽ ത്രാണ നിപുണം ദയാലയം അവ്യയം കൂപ്പി സ്തുതിച്ചു. ചരിത്രനാമങ്ങളും എനിക്ക് ഉറക്ക ചൊല്ലാൻ മയകളെ തൊണ്ട വല്ലാതാവുന്നു. ഇവിടെ ഈ ഫാനിട്ടേക്കൊണ്ട് ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഉറച്ചു പോണത്. എനിക്ക് തോന്നുന്നു ആരും ഇത് കേൾക്കത്തില്ലായിരിക്കുന്നു. ഈ ഫാൻ ഇങ്ങനെ ഇല്ലായിരുന്നാൽ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ടാണ് വിളക്കൊക്കെ കണഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ എങ്ങനെയാ ഭഗവാനെ തൊഴുതിട്ട് വീണങ്ങ് തൊഴുത് അതിസംഭ്രമാൽ മനസ്സൊക്കെ അങ്ങ് സംഭ്രമിച്ചിട്ട് ദേവേന്ദ്രനൊക്കെ എന്താ ആണ് അത്ര ഭയങ്കരമാണ് വൃത്രാസുരൻ. ത്രാണ നിപുണം ദയാലയം അവ്യയം. ഭഗവാൻ ദയാലുവാണല്ലോ. അങ്ങനെയുള്ള ഭഗവാനെ കൂപ്പി സ്തുതിച്ചു. ചരിത്രനാമങ്ങളും പേപ്പെട്ടു വന്ദിച്ചു നിൽക്കുന്ന അവർകളിൽ പ്രീത്യാ മുകുന്ദൻ പ്രസാദിച്ച് അരുൾ ചെയ്ത വാർത്തകൾ കേട്ടു തൊഴുതിങ്ങി പോന്നവർ. അങ്ങനെ ഭഗവാൻ അങ്ങനെ സന്തോഷമായി പ്രീത്യാ മുകുന്ദൻ ഭഗവാൻ ഇങ്ങനെ ഇത്രയെല്ലാം പാദത്തിൽ വീണ് തൊഴുത് നമസ്കരിച്ചപ്പോൾ കളയുന്നില്ല. ഭഗവാൻ ഇങ്ങനെ സന്തോഷമായി എന്നിട്ട് പ്രസാദിച്ച് അരുൾ ചെയ്ത വാർത്തകളൊക്കെ കേട്ട് തൊഴുതിങ്ങി പോന്നവർ നിത്യം തപസ്സു ചെയ്തിടും ദധീചിയെ പ്രാർത്ഥിച്ചു വാങ്ങിനോരസ്ഥികൾ കൊണ്ടുടൻ ചേർത്തു ചമച്ചെടുത്തോരു വജ്രത്തെയും. അതായത് ദധീചിയെ പ്രാർത്ഥിച്ചു വാങ്ങിനൊരു അസ്ഥികൾ കൊണ്ട്, ഈ ഏതോ ഒരു അസ്ഥികൾ കൊണ്ടാണ് ഈ വജ്രം ഉണ്ടാക്കുന്നത്. ഈ വജ്രം എന്ന് പറഞ്ഞാൽ വജ്രായുധം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഒരു അസ്ഥിയാണ്. അത് ഈ ദധീചി എന്തോന്ന് എനിക്ക് അറിയാൻ വയ്യ, മറന്നു പോകണം. ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ വല്ലപ്പോഴും ഒന്ന് കേൾക്കും, അന്നേരമൊന്നും പഠിക്കും, പിന്നെ അതങ്ങ് മറന്നു പോകും. അപ്പം ദധീചിയെ പ്രാർത്ഥിച്ചു വാങ്ങിനൊരു അസ്ഥികൾ കൊണ്ടുവിടാൻ ഇതിനകത്ത് അർത്ഥമൊന്നും ഇത് കിടക്കുന്നില്ല ദധീചി എന്താണെന്ന്. എന്തായാലും എന്തോ ആയിക്കോട്ടെ, ഏതോ ഒരു ദേവനോ ദേവിയോ ആയിരിക്കും. അതൊരു
ദധീശിയെ പ്രാർത്ഥിച്ചു വാങ്ങിനൊരു അസ്ഥികൾ കൊണ്ടുടൻ ചേർത്ത് ചമച്ചെടുത്തൊരു വജ്രത്തെയും ഗോത്രാരി കൈക്കൊണ്ട അമരൗഖ സേനയാ സാർത്ഥം ഒരുമിച്ച് ഈ ദേവന്മാരെല്ലാം കൂടെ അങ്ങനെ ഈ വജ്രം കൊണ്ട് ഒരുമിച്ച് ചെന്നെതിർത്തിയിടിനാൻ ആരോടാ? ഈ വൃത്രാസുരനോട് എതിർക്കുന്ന ഈ വജ്രായുധമൊക്കെ കൊണ്ടുവന്നു. അപ്പം ചേർത്ത് മഹാഘോരനോട് സരഭസം യുദ്ധം ഭയങ്കരമായി വന്നിതെത്രയും അതിഭയങ്കരമായ യുദ്ധമായി. ഉദ്ധൃതമായ സിംഹധ്വനി പൂരവും ദിക്കുകൾ തോറും നിറഞ്ഞു പരന്നുടൻ ഒക്കെ പ്രതിധ്വനി കൊണ്ടിളകി തുലു. ഇവരുടെ യുദ്ധത്തിന് അത്രമാത്രം പ്രതിധ്വനിയായി. അങ്ങനെ ലോകമെല്ലാം ഇളകി. ഉന്നതമായ യുദ്ധമായി. ദേവാസുരായോധനം, അതായത് ദേവന്മാരുടെയും ദേവ അസുരായോധനം, ദേവന്മാരുടെ അസുരന്മാരുടെ ഈ യുദ്ധം കീഴിലാരും ഈ വണ്ണം ആഹന്ത കണ്ടിയിൽ ഒരിക്കലും. ഇവിടെ ആരും ഈ ഭൂമിയിലോ എങ്ങും ഇതിൻ്റെ കീഴിലൊന്നും ആരും ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. പോരിൽ ഇവിടെ വരുന്നതെന്തെന്നഹോ നാരദനാദികൾ സംശയിക്കും. ഇത് ഈ പോര് എന്ന് വെച്ചാൽ യുദ്ധം ഇവിടെ വരുന്നത് എന്തെന്നഹോ നാരദനാദികളൊക്കെ എന്ത് സംശയിക്കുമോ, ഇതെന്താ ഇതിങ്ങനെയെന്ന്. ദേവ അരികൾ തൂകും അസ്ത്രങ്ങളൊക്കെ ദേവന്മാരുടെ അരികൾ. അപ്പോൾ ദേവാരികൾ വെച്ചാൽ ദേവന്മാരുടെ അരി ആരാ? ദൈത്യന്മാർ, അതായത് അസുരന്മാരുടെ അസ്ത്രങ്ങളിങ്ങനെ തൂകുന്നത് അത്രമാത്രം മഴ പോലെ ചൊരിഞ്ഞു വരുക അസ്ത്രങ്ങൾ. അതെന്ത് ചെയ്ത്? ദേവ അരികൾ തൂകും അസ്ത്രങ്ങളൊക്കവേ ദേവകൾ ഖണ്ഡിച്ചൊടുക്കുമ്പോൾ ദേവന്മാരെല്ലാം ഖണ്ഡിക്കുന്നുണ്ട്. കേവലം വൃക്ഷശൈലാദികൾ കൊണ്ടുടൻ ആവോളവും പ്രഹരിച്ചാർ അസുരകൾ. അവർ പിന്നെ അസ്ത്രങ്ങളൊക്കെ ഖണ്ഡിച്ച് കളയുമ്പോൾ അവർ വൃക്ഷത്തിൻ്റെ വലിയ വലിയ തടികൾ കൊണ്ടുവന്ന് ആവോളം പ്രഹരിച്ച് അസുരകൾ ഈ ദേവന്മാരെ അതും കൊണ്ട് പ്രഹരിച്ച് ദേവകളങ്ങ് അവയും നുറുക്കി. അപ്പം അതും അവർ നുറുക്കി പ്രതിഭാവമോട് ആയുധ പങ്ക്തികൾ തൂകിനാർ. അപ്പോൾ അവർ ആയുധം കൊണ്ട് തൂകി. കാല് കരം തോൾ തുട അറ്ററ്റു സംഭ്രമിച്ച് ആകുലപ്പെട്ടു ചുടന്ന അസുരൗഖവും. അവിടെ കാലും കരവും തോളും തുടയൊക്കെ അറ്റ് സംഭ്രമിച്ചു ആകുലപ്പെട്ട് ചുടന്ന് അസുരൗഖമൊക്കെ ഇങ്ങനെ ആകുലപ്പെട്ടു. ചുഴന്ന് സുരൗഖം നോക്കട്ടെ, എന്നെ വായിക്കുമ്പോൾ അറിയാം എന്താന്ന്, അസുരനാണോ സുരനാണോ എന്ന്. പായുന്നളവ് തടുത്തു അവർ പേടിച്ച് അസുരന്മാരാണ്. അപ്പോൾ വൃത്രാസുരനങ്ങ് തടുക്കുന്നത്, അതായത് ആകുലപ്പെട്ട ചുഴന്ന അസുരൗഖമാണ്. അസുരന്മാർ എന്ന് വെച്ചാൽ വൃത്രാസുരനല്ലേ ശക്തിയുള്ളു. അതേസമയം മറ്റ് അസുരന്മാർക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവരൊന്നും ഹോമകുണ്ടത്തിൽ നിന്ന് വന്നവരല്ല. അതുകൊണ്ട് അസുരന്മാർ മറ്റുള്ളവരെല്ലാം പേടിക്കുന്നു. അപ്പോൾ വൃത്രാസുരൻ തടഞ്ഞു. അങ്ങനെ എന്താ പറയുന്നത്? ആ അസുരന്മാരെല്ലാം ഇങ്ങനെ പിന്നെ കാലും കരവും ഒക്കെ ഇങ്ങനെ പോയപ്പോൾ അവർ വിഷമിച്ചപ്പം അങ്ങനെ ഓടി ഒളിച്ചപ്പോൾ വൃത്രാസുരൻ പായുന്ന അളവ് തടുത്തു. അവരിങ്ങനെ ഓടിയപ്പോൾ വൃത്രാസുരൻ പോകണ്ട എന്ന് തടുത്തിട്ട് മായം ഒഴിഞ്ഞു ചൊല്ലിയിടാൻ നീതികൾ. അങ്ങനെ മായമെല്ലാം ഒഴിഞ്ഞ് സത്യമായ രീതിയിലും, കാരണം വൃത്രാസുരൻ ആരാ? ചിത്രകേതുവാണ്. പിന്നെ ഭഗവാൻ പരമേശ്വരൻ്റെ മടിത്തട്ടിലിരുന്ന് ലാളിച്ചുകൊണ്ടിരുന്ന ദേവിയെ, അപ്പോൾ ദേവി ദേവി ഇങ്ങനെ ഇരിക്കുന്നതിന് ഇദ്ദേഹം ഒന്ന് പരിഹസിച്ചതിൻ്റെ പേരിൽ അസുരനാകട്ടെ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിത്രകേതു അത്രമാത്രം ഭക്തൻ, അങ്ങേയറ്റം ഭഗവാനൊക്കെ പ്രത്യക്ഷമായത് എല്ലാ വരങ്ങളും കൊടുത്ത ആളാണ് ചിത്രകേതു. അത്രമാത്രം മാഹാത്മ്യമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ വെറും ഒരു അസുരൻ്റെ അല്ല, ആ ചിത്രകേതുവാണ് വൃത്രാസുരനായിട്ട് വന്നേക്കുന്നത് ഹോമകുണ്ടത്തിൽ നിന്ന്. അങ്ങനെ ചൊല്ലിടന നീതികൾ ആരാ? ഈ വൃത്രാസുരനെല്ലാം അറിയാം. ദേവേന്ദ്രന് പോലും യുക്തമായി ആത്മീയം പറഞ്ഞു കൊടുത്തതും വൃത്രാസുരനാണ്. അപ്പോൾ മായമൊഴിഞ്ഞ് ചൊല്ലിടന നീതികൾ എന്താ പറയുന്നേ? ദാനവന്മാർ. ഇത് ഇങ്ങനെ പിടിച്ചപ്പം തെളിയുന്നടേ, അത് താന്ന് കടന്നിട്ടാ അക്ഷരം കാണാത്ത. ഇന്നൊന്ന് പൊക്കി പിടിച്ചപ്പം വെട്ടമുണ്ട്. അങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാം. ദാനവന്മാർ ഭയം പൂണ്ടതേതും ബഹുമാനിയാതെ പല ദിക്കിനും ഓടിനാർ. വൃത്രാസുരൻ പറഞ്ഞ് നിങ്ങൾ പായണ്ട, നിങ്ങൾ ഓടണ്ട, തടുത്ത് നിർത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? ദാനവന്മാർ ഭയം കൊണ്ട് ബഹുമാനിച്ചില്ല. വൃത്രാസുരൻ പറഞ്ഞൊന്നും കേൾക്കാതെ തന്നെ അവർ വീണ്ടും ഇങ്ങനെ ഓടുക, പല ദിക്കിലേക്കും ഓടുക. ദാനവന്മാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, അസുരന്മാർ. അതായത് വൃത്രാസുരൻ യഥാർത്ഥത്തിൽ നല്ല ഭക്തനാ, ചിത്രകേതുവാണ്. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെ ശപിച്ചതുകൊണ്ടാണ് ദാനവനായിട്ട് വന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാതെ അവർ വീണ്ടും ഓടി ഒളിക്കുന്നു.
അപ്പോൾ ദാനവന്മാർ ഭയം പൂണ്ടതേതും ബഹുമാനിയാതെ പരദിക്കിനും ഓടിനാർ. താൻ അത് കണ്ടവർ തമ്മെ അയച്ചുടൻ വാനവരോട് വൃത്രാസുരൻ ചൊല്ലിനാൻ. അപ്പോൾ ദാനവന്മാരിങ്ങനെ ഓടിയപ്പോൾ വാനവരാരാ? വാനം ആകാശം, ആകാശമുള്ളവർ ദേവന്മാർ. അതൊക്കെ ആലോചിച്ച് ഇതൊക്കെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ വാനവരോട് വൃത്രാസുരൻ പറയുന്നു. വൃത്രാസുരൻ ദാനവന്മാർ ഓടിയപ്പോൾ വൃത്രാസുരൻ എന്ത് പറയുന്നു? ദേവകളെ നിങ്ങൾ പായുന്ന അരികളെ പോവാൻ അയപ്പിൻ വധിക്കരുതാരെയും. കാരണം വൃത്രാസുരൻ ഭക്തനല്ലേ, ഭയങ്കര ഭക്തനല്ലേ. അപ്പം പാവപ്പെട്ട എന്നുവെച്ചാൽ അസുരന്മാർ പാവങ്ങളല്ലെങ്കിലും ഇത് കാരണം അവരെ കാലും കൈയും വെട്ടിക്കളയും വധിക്കുക ചെയ്യുമ്പോൾ സങ്കടമല്ലേ. അതുകൊണ്ട് പറയുന്നു വാനവന്മാരെ, അതായത് ദേവന്മാരെ, വാനവർ എന്ന് വെച്ചാൽ ആകാശത്തിലുള്ളവരാണ് വാനവന്മാർ, ദേവന്മാർ. അവരോട് പറയുന്നു, ദേവകളെ നിങ്ങൾ പായുന്ന അരികളെ, നിങ്ങളുടെ ശത്രുക്കൾ ഒളിക്കുന്നല്ലേ, അതായത് അസുരന്മാർ, അതാണ് പായുന്ന അരികളെ, ഓടുന്ന ശത്രുക്കളെ നിങ്ങൾ പോവാനായിപ്പിൻ, അവർ പൊയ്ക്കോട്ടെ, അവരെ വധിക്കരുത് എന്നിങ്ങനെ വൃത്രാസുരൻ പറയുന്നു. അപ്പോൾ പറയുന്നു അതുകൊണ്ട് പോരിന് പാരമുണ്ട് ആഗ്രഹമെങ്കിലോ നേരെ വരുവിൻ, മതി നിങ്ങളോട് ഞാൻ ചാകിലും കൊലുകിലും നന്നെതിർത്തവൻ നാഗികളോട് പൊരുതാൻ ഒരു തരം. അപ്പം നാഗികൾ എന്ന് വെച്ചാൽ ദേവന്മാർ, അതും ദേവലോകമാണ്, നാഗലോകം, അതുകൊണ്ട് നാഗികൾ ദേവന്മാർ, അവരോട് പൊരുതാൻ നിങ്ങൾക്ക് പാരം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്നടുക്കലേക്ക് വരുവിൻ എന്ന് വൃത്രാസുരൻ പറയുന്നു. ഞാൻ മതി, നിങ്ങൾ എന്നടുക്കലേക്ക് വരുവിൻ, ചാകിലും കൊലുകിലും നന്നെന്ന് തന്നെ ചിന്തിക്കും, നന്നെന്ന് എതിർത്തവൻ നാഗികളോട് പൊരുതാൻ ഒരു തരം. അപ്പോഴത് ഇന്ദ്രനും ചെന്നടുത്തിയടിനാൻ. അങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ ചെന്നു. അല്പേതരാഹവം ചെയ്താൽ ഇരുവരും മധ്യേ പലവിധം പാരുഷവാക്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുന്ന വാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും അടുത്തു. സദ്യ പൊഴിഞ്ഞു പരാക്രമിക്കും വിധോ, സന്തോഷമായിട്ട് അവരങ്ങ് പരാക്രമം അങ്ങ് തുടങ്ങുന്നു. ഭേദമൊന്നേതും ചെറുതു കാണാകയാൽ ആതിഥേയാധിപനോട് തുടർന്നവൻ ശൂലമെടുത്തു പിടിച്ചയച്ചാൻ അതുകാലം അസുരകരവും ആ ശൂലവും കൂടെ ഉടൻ അരിഞ്ഞിട്ട് അവൻ അങ്ങതിനാടൽ കൂടാതെ മറ്റേ കരത്താൽ അവൻ കോപാൽ ഇരുമ്പഴുക പ്രയോഗിച്ചതേറ്റാപൂർണ വേദനയാൽ അമരേന്ദ്രനും. അങ്ങനെ ഈ ശൂലെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ വൃത്രാസുരത്തേക്ക് വിട്ടപ്പോൾ കൂടെ ഉടൻ അരിഞ്ഞിട്ട് അവൻ അങ്ങതിനാടൽ കൂടാതെ, ഒരു വിഷമവും കൂടാതെ മറ്റേ കരം അത് അരിഞ്ഞു കളഞ്ഞിട്ട് മറ്റേ കൈകൊണ്ട് കോപാൽ ഇരുമ്പഴുക, ഒരു വല്ലാത്തൊരു തടി, മുൾത്തടി എന്ന് പറയും, അതും കൊണ്ട് കൂടെ ആടൽ കൂടാതെ മറ്റേ കരത്താലവൻ കോപാൽ ഇരുമ്പഴുക പ്രയോഗിച്ചതേറ്റ. അപ്പോൾ ആ ഒരു മുൾത്തടി എന്ന് പറഞ്ഞ ആയുധമുണ്ട്, അതെടുത്ത് തിരിച്ച് ഇന്ദ്രൻ്റെ അടുക്കലേക്ക് അങ്ങ് വിട്ടു. കോപാൽ ഇരുമ്പഴുക പ്രയോഗിച്ചതേറ്റ ആപൂർണ വേദനയാൽ അമരേന്ദ്രനും കയ്യിൽ നിന്ന് ഊഴിയിൽ വീണതു വജ്രവും മയ്യൽ പൂണ്ടാശു മയങ്ങിനാൻ ഏറ്റവും. മയ്യൽ എന്ന് വെച്ചാൽ ശരീരമാണെന്ന് തോന്നുന്നു, ശരീരമൊക്കെ വിഷമിച്ച് മയങ്ങിനാൻ ഏറ്റവും ആ വജ്രമൊക്കെ കയ്യിൽ നിന്ന് വീണ്, ആരുടെ? ഇന്ദ്രൻ്റെ കയ്യിലെ വജ്രായുധമൊക്കെ വീണത് ഊഴിയിൽ ഭൂമിയിലേക്ക് അങ്ങ് വീണിട്ട് അവൻ്റെ ശരീരമൊക്കെ അങ്ങ് തളർന്നതുപോലെ മയങ്ങിനാൻ ഏറ്റവും. എന്താ കാരണം? ഇദ്ദേഹം ഒരു മുൾത്തടി പോലെ തടി കൊണ്ട് ഇന്ദ്രനെ എറിയോ അടിക്കുകയാണ് ചെയ്ത്. അപ്പോൾ അദ്ദേഹം മയങ്ങിപ്പോയി. ആരാ? വജ്രമൊക്കെ തറയവൻ ഇന്ദ്രൻ. വൃത്രൻ അത് കണ്ട് പൊട്ടിച്ചിരിച്ചുടൻ. അപ്പോൾ വൃത്രാസുരൻ അത് കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. ഭക്തി പ്രയുക്തമാം വാക്കുകൾ ചൊല്ലിനാൻ. അങ്ങനെ അദ്ദേഹം ഭക്തിപരമായ വാക്കുകൾ ഇങ്ങനെ ചൊല്ലാൻ, അദ്ദേഹം ഭയങ്കര ഭക്തനല്ലേ. ഇദ്ദേഹം നമ്മൾ ഇത് വായിച്ചായിരുന്നല്ലോ നാരായണത്തിൽ, ഇദ്ദേഹം ഈ യുദ്ധത്തിനിടയ്ക്കും അവസാനം ഈ ദേവേന്ദ്രന് ഇതിൽ കൂടെ നല്ല കാര്യങ്ങൾ, വേദോപദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്. കാരണം ചിത്രകേതു അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ ഭക്തി പ്രയുക്തമാ വാക്കുകൾ ചൊല്ലിനാൻ. തത്രൈവ ഭക്തി വളർന്ന ശതക്രതു സത്യാത്മകം പ്രയോഗിച്ചു രണ്ടാമതും ഐരാവതോ ഉപരി, ഐരാവത ആന. അപ്പം സത്യാത്മകം പ്രയോഗിച്ച് രണ്ടാമതും അപ്പോഴെന്ത് വന്ന്? വജ്രമെടുത്തുകൊണ്ട് ഐരാവതോ ഉപരി വിജ്വര ചേതസാ താൻ അടുത്തിടിനാൻ. അങ്ങനെ ഐരാവത ആനയുടെ മുകളിൽ കയറിയിരുന്ന് വജ്രായുധം എടുത്ത് വൃത്തനെ തിരിച്ചിങ്ങോട്ട് വിടും. അപ്പം വൃത്രൻ ഇരുമ്പഴുകങ്ങെടുത്ത് അശ്രമം വീണ്ടും അദ്ദേഹം ഈ മുൾത്തടി എന്ന് പറഞ്ഞ ഒരു ആയുധം, അതാണ് അതിൻ്റെ പേര്. വൃത്തൻ ഇരുമ്പഴുക എന്നാ പറയുക. ഇരുമ്പഴുകങ്ങ് എടുത്ത് അശ്രമം ചിത്തവേഗാൽ പ്രയോഗിച്ചു രണ്ടാമതും, വീണ്ടും രണ്ടാമതും അതെടുത്ത് പ്രയോഗിച്ചു ഇന്ദ്രൻ്റെ നേരെ.
മുക്തമായുള്ളൊരു ഇരുമ്പഴക അപ്പോൾ അത്തിരം ഖണ്ഡിച്ചയച്ച കരത്തെയും വജ്രം അതിനാൽ അരിഞ്ഞു വീഴ്ത്തിയിടിനാൻ. വജ്രമൊക്കെ അരിഞ്ഞു വീഴ്ത്തുന്ന അപ്പോൾ മുക്തമായുള്ളൊരു ഇരുമ്പഴക അപ്പോൾ അത്തിരം ഖണ്ഡിച്ചയച്ച കരത്തെയും വജ്രം അതിനാൽ അരിഞ്ഞു വീഴ്ത്തിയിടിനാൻ. ഉജ്ജ്വലിതാമർഷം അസുരേന്ദ്രനും വക്രേണ ചെന്നെടുത്തൈരാവതത്തെ. അപ്പോൾ ഉജ്ജ്വലിതമായിട്ട് അവൻ അമർഷം ആക്കുന്നുണ്ട് അസുരന്. ഉജ്ജ്വലിത അമർഷം അസുരേന്ദ്രന്. അസുരേന്ദ്രൻ വെച്ചാൽ ഇവിടെ സുരേന്ദ്രനല്ല, അസുരേന്ദ്രൻ എന്ത് വന്ന് വക്രേണ ചെന്നെടുത്ത ഐരാവതത്തേക്കങ്ങ് വക്രം കൊണ്ടങ്ങ് എടുത്തെന്നാണ് പറയുന്നത്, ആനയെ പോലും. എന്നിട്ട് ശക്രനെയും കൂടവേ വിഴുങ്ങിയിടിനാൻ. ഇന്ദ്രൻ്റെ ആനയെ കൂടെ എടുത്തങ്ങ് വിഴുങ്ങിയിടിനാൻ. നിർജ്ജരന്മാരും പരിഭ്രമിച്ചിടിനാർ. ബാക്കി ദേവന്മാരെല്ലാം നിർജ്ജരന്മാരെന്ന് വെച്ചാൽ ദേവന്മാർ, അവരും പിന്നെ അത് കണ്ട് പരിഭ്രമിച്ചത്. എന്താ ഐരാവതത്തെയും പിന്നെ എന്തോ ഇയാളെ പേര് ശക്രൻ, അത് ഇന്ദ്രനെയൊക്കെ എടുത്തങ്ങ് വിഴുങ്ങുന്നു. അപ്പോൾ ഇത് കണ്ട് മറ്റു ദേവന്മാരെല്ലാം പരിഭ്രമിച്ച്. വജ്രയും നാരായണ കവചത്തിനാൽ രക്ഷിതനായാൻ ഗജേന്ദ്രനും ഏതുമേ. അപ്പോൾ എന്തുവന്ന് അവിടെ നാരായണ കവചം ഉണ്ടല്ലോ, ആര് ചെയ്തു വെച്ചതാ? നമ്മുടെ വിശ്വരൂപനെ കൊന്നെങ്കിലും വിശ്വരൂപനാണല്ലോ ഈ ബുദ്ധിമാനായ വിശ്വരൂപനെ പിന്നെ അങ്ങടെ പേര് മറന്നുപോയില്ലേ, ബൃഹസ്പതി ദേവഗുരുവിനെ മര്യാദയ്ക്ക് ആദരിക്കാതെ വിട്ടതപ്പം അവിടെ എല്ലാം നശിച്ചപ്പം വീണ്ടും വിശ്വരൂപനെ അവിടെ ഗുരുവാക്കി വെച്ചപ്പോൾ അദ്ദേഹം ബുദ്ധി കൊണ്ട് നാരായണ കവചം, അതായത് നാരായണ മന്ത്രം ഏതാണ്ട് ഇവിടെ കവചമൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ആ കവചമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ എന്ത് വന്നു? രക്ഷിതനായാൻ. എന്തോ ഈ പിന്നെ ഗജേന്ദ്രൻ ആനയും ഇന്ദ്രനും ഒന്നും മരിച്ചില്ല ഇങ്ങനെയെല്ലാം ചെയ്തിട്ട്. അതെന്താ? എന്തുവാ നാരായണ കവചം പടച്ചട്ട. അങ്ങനെ രക്ഷിതനായാൽ ഗജേന്ദ്രനും ഏതുമേ വിഘ്നമുണ്ടായില്ല തൽ പ്രഭാവത്തിനാൽ. ആ പ്രഭാവം കൊണ്ട് ഭഗവാന്റെ നാരായണ കവചം അവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇന്ദ്രനൊന്നും സംഭവിച്ചില്ല, ആനയ്ക്കും ഒന്നും സംഭവിച്ചില്ല. പിന്നെ അങ്ങനെ നിന്നു പുരന്തരൻ. പിന്നെ അങ്ങനെ തന്നെ നിന്നു ഈ പുരന്തരൻ. അതായത് അതും ഇവൻ്റെ പേരാ, ഈ ഇന്ദ്രൻ്റെ പേരാണ്. ഉന്നതനാ കരിവീരനെ തന്നെയും തിക്കാറ് നിന്ന് പുറപ്പെടും വണ്ണം പരിവൃത്ത വിസ്താര അന്തരാ വന്നുകൂടും പ്രകാരം ശതകോടിയാൽ അന്യൂന വേഗേന ജഡനാന്തരം വെട്ടിക്കുറച്ചിടമുട്ടി നിൽക്കും പരികൊട്ട ഖണ്ഡത്തെയും തട്ടിക്കളഞ്ഞുടൻ തുഷ്ടിയാ പുറപ്പെട്ടളവിടരുട്ടുടൻ ദൃഷ്ടികളിൽ മന്ദിച്ചത് കണ്ടളവ് തൽ കണ്ഠവും വജ്രേണ ഖണ്ഡിച്ചു വീഴ്ത്തിനാൻ. അങ്ങനെ ഈ അയാളുടെ ഈ ദൃഷ്ടികളൊന്ന് മന്ദിച്ചെന്നാൽ അടുത്ത പ്രാവശ്യം വായിക്കുന്നതിൻ്റെ ബാക്കി അന്നേരം ഇതിൻ്റെ പറഞ്ഞു തരാം. ദൃഷ്ടികൾ മന്ദിച്ചളവത് കണ്ട് ഈ വൃത്രാസുരൻ്റെ ദൃഷ്ടി കണ്ണൊന്ന് എങ്ങനെയൊന്ന് ചിമ്മിയോ മന്ദിച്ചത് ആ സമയം നോക്കി ഇദ്ദേഹം ഖണ്ഡമൊക്കെ വജ്രം കൊണ്ട് ഖണ്ഡിച്ച് വീഴ്ത്തിനാണ് ഈ വൃത്രാസുരൻ. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. 25 മിനിറ്റ് മുമ്പോട്ട് അങ്ങ് പോയി മക്കളെ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.